അതാണ് ഈ രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, തത്വജ്ഞാനികളുടെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന കൊരിന്ത് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിച്ച പ്രസംഗം, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികരെവിടെ? യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അല്ലയോ യഹൂദന്മാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് അടയാളമാണ്. യഹൂദന്മാർ ആഗ്രഹിക്കുന്നത് അടയാളമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അടയാളങ്ങൾ വേണം, കാണാനും കേൾക്കാനും വേണം, അത്ഭുതങ്ങൾ നടക്കണം, വീര്യപ്രവർത്തികൾ നടക്കണം. അവര് പറഞ്ഞു കാണും, അല്ലയോ പൗലോസേ, ഈ പ്രസംഗം, ക്രൂശിന്റെ പ്രസംഗം പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? ഈ പ്രസംഗം കേട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? ഞങ്ങൾക്ക് ആവശ്യം അടയാളങ്ങൾ കാണണം, ഞങ്ങൾക്ക് ആവശ്യം അത്ഭുതങ്ങൾ കാണണം, വീര്യപ്രവർത്തികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൗലോസേ നിന്നോടൊപ്പം വരാം. പൗലോസ് പറയുന്നു, അത് ഞങ്ങൾക്കില്ല. പിന്നെന്താ ഉള്ളത്? മറ്റൊരു കൂട്ടം ആളുകൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് അടയാളമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യം ജ്ഞാനമാണ്, ഞങ്ങളുടെ ബൗദ്ധികമായ അറിവ് വർദ്ധിക്കണം, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കണം. യവനന്മാർ അതാണ് ആവശ്യപ്പെടുന്നത്. പൗലോസ് പറയുന്നത്, രണ്ടും എന്റെ പക്കലില്ല, എന്റെ പക്കലുള്ളത് ഒരു സന്ദേശം മാത്രമാണ്, അത് ക്രൂശിന്റെ സന്ദേശമാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശം, ഈ സമാധാനം നൽകുന്ന ഏക സന്ദേശം, ഒരളവിൽ പറഞ്ഞാൽ ലോകത്തിന് ഇതിന് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ലോകത്തിലെ ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ഈ സത്യസുവിശേഷത്തോട് ആളുകൾക്ക് വലിയ ആദരവില്ല. അടയാളങ്ങൾ നടക്കുന്നുവെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കുന്നുവെങ്കിൽ, വീര്യപ്രവർത്തികൾ നടക്കുന്നുവെങ്കിൽ ആളുകൾ അവിടേക്ക് അനേകർ കടന്നു വരും. ഈ സത്യത്തോട് ആളുകൾക്ക് താല്പര്യമില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു വസ്തുത തുറന്നു പറയട്ടെ, ഈ സുവിശേഷം മാത്രമേ മനുഷ്യന് രക്ഷ നൽകുകയുള്ളൂ. ഈ സുവിശേഷം മാത്രമേ മനുഷ്യന് സമാധാനം നൽകുകയുള്ളൂ. യേശുക്രിസ്തു എന്ന ഏക രക്ഷിതാവല്ലാതെ മനുഷ്യന് സമാധാനം നൽകുവാൻ കഴിയുന്ന, മനുഷ്യന് രക്ഷ നൽകുന്ന വേറെ ഒരു വ്യക്തി പ്രഭാവവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ദേശം മനസ്സിലാക്കട്ടെ. ഇത് സമാധാനം നൽകുന്ന സന്ദേശമാണ്, ഇത് രക്ഷ നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളുമുള്ള ആളുകൾക്കും അവരെ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സന്ദേശമാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്രയോ തവണ നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ട്. നാടിന്റെ നടുകയും കുറുകയും മുഴങ്ങുന്ന ഈ സുവിശേഷം നിങ്ങളുടെ റേഡിയോയിലൂടെ, നിങ്ങളുടെ ടെലിവിഷനിലൂടെ, നെറ്റിലൂടെ, എത്രയോ മാധ്യമങ്ങളിലൂടെ മുഴങ്ങുന്ന ഈ സന്ദേശം നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സുവിശേഷത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് കഴിയുമോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യഥാർത്ഥമായ സമാധാനം ഈ സുവിശേഷത്താൽ ഞാൻ പ്രാപിച്ചുവെന്ന് വ്യക്തമായിട്ട് പറയുവാൻ കഴിയുമോ? ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ്. ഈ ചെരുപ്പ് നമ്മുടെ കാലുകളിൽ നമ്മൾ ഇടണം. ഈ ചെരുപ്പിട്ടുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം പറയാനായിട്ട് നാം പോകണം എന്ന് യിരെമ്യാ പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കാലുകൾക്ക് ഈ ചെരുപ്പ് നാം ഇട്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മെ സൗന്ദര്യമുള്ളവരായിട്ട് കാണുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ഭക്തന്മാരാണ്, നാം ആത്മീകരാണ്, പ്രയോജനമുള്ളവരാണ്, ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അത് ബോധ്യമാകണമെങ്കിൽ നമ്മുടെ കാലിൽ ഈ ചെരുപ്പിട്ടുകൊണ്ട് നാം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം. നാം കർത്താവിനെ ആരാധിക്കുന്നു, പല നിലകളിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ നാം ഇതും കൂടി ചെയ്തേ പറ്റുകയുള്ളൂ. ഏതാ? നാം ഈ ചെരുപ്പിട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങണം. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം സാക്ഷീകരിക്കണം. ആ ചെരുപ്പ് നമ്മളിൽ ഇട്ടെങ്കിൽ മാത്രമേ നമ്മെ സൗന്ദര്യമുള്ളവരായി കാണുവാൻ കർത്താവിന് കഴിയുകയുള്ളൂ. വാക്യങ്ങളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു പോകുന്നു. ഉത്തമഗീതങ്ങൾ 7-ാം അധ്യായം 2-ാം വാക്യം. ഉത്തമഗീതങ്ങൾ 7:2. പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. കാന്തനായ ക്രിസ്തു തന്റെ മണവാട്ടിയെ നോക്കുമ്പോൾ അവൾ ഉള്ളവളായി കാണണമെങ്കിൽ അവളുടെ കാലിൽ ചെരുപ്പിട്ടിരിക്കണം എന്നാണ് നാം വായിക്കുന്നത്. ഈ ചെരുപ്പിട്ടുകൊണ്ട് ദേശത്ത് സുവിശേഷത്തിന്റെ സന്ദേശവുമായി നാം പോകേണ്ടതായിട്ടുണ്ട്. പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം
7-ാം വാക്യത്തിലും ഇതേ ഒരു ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. സമാധാനത്തെ കുറിച്ച് ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും സമാധാനത്തെ ഘോഷിക്കുകയും നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ശ്രദ്ധിക്കണം, പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സുവാർത്താദൂതൻ പർവ്വത നിര മടക്കുകളിലൂടെ നടന്നു പോകുകയാണ്. പർവ്വതങ്ങളിലെ കല്ലുകളിലും മുള്ളുകളിലും തട്ടി അദ്ദേഹത്തിന്റെ കാലുകൾ മുറിഞ്ഞിട്ടുണ്ടാകാം, രക്തമൊഴുകുന്നുണ്ടാകാം, ആ രക്തം ഒരുപക്ഷെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാകാം, മണ്ണും ചെളിയുമൊക്കെ ആ കാലിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആ കാലുകളെ നോക്കിയിട്ട് ദൈവം പറയുന്നു, അല്ലയോ സുവാർത്താദൂത, നിന്റെ കാൽ മനോഹാരിതമായ കാലാണ്, നിന്റെ കാൽ സൗന്ദര്യമുള്ള കാലാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ ചെരുപ്പ് ഇട്ടെങ്കിൽ മാത്രമേ നമ്മെ സൗന്ദര്യമുള്ളവരായി കാണുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. നാം നന്മയെ സുവിശേഷിക്കുക, രക്ഷയെ പ്രസിദ്ധമാക്കുകയാ. സിയോനോട് ഒരു ദൈവം ജീവിക്കുന്നു, ഒരു സത്യദൈവം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പ്രഘോഷിക്കുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് നന്നായിട്ടറിയാം. റോമർ 10:15. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഓ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നന്മ. ലോകത്തിലെ എല്ലാ നന്മകളിലും വെച്ച ഉന്നതമായ നന്മ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശമാണ്. ഈ നന്മ ഒരാൾ സുവിശേഷിച്ചാൽ അവന്റെ കാൽ എത്ര മനോഹരം എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കാൽ മനോഹാരിതമായി തീരണമെങ്കിൽ, നമ്മെ സൗന്ദര്യമുള്ളവരായി കാണണമെങ്കിൽ നമ്മുടെ കാലുകൾക്ക് ചെരുപ്പ് ഇടേണ്ടതായിട്ടുണ്ട്. മലയാള മനോരമ പത്രത്തിൽ ചില നാളുകൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അമേരിക്കയിൽ ഒരു വലിയ മത്സരം നടന്നു. ആ മത്സരത്തിന്റെ ഉദ്ദേശം ആരുടെ കാലുകളാണ് ഏറ്റവും ഭംഗിയുള്ള കാലുകൾ. ആ മത്സരത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. അതിൽ വിജയിച്ചത് മരിയ കാരിയ എന്നൊരു പെൺകുട്ടിയാണ്. അനേക ലക്ഷം ഡോളറുകൾ പല കമ്പനികൾ അവൾക്ക് പ്രോമിസ് ചെയ്യുകയുണ്ടായി. ലോകം അങ്ങനെയാണ് ഒരാളുടെ കാല് സൗന്ദര്യമുള്ള കാലായി കാണുന്നത്. പക്ഷെ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം തമ്പുരാൻ തന്റെ സൃഷ്ടികളിൽ മകുടമായ മനുഷ്യൻ, തന്റെ ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച തന്റെ ജനം, അവരുടെ കാലുകൾ മനോഹാരിതമായ കാലായി കാണുന്നത് ആ കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ കാലുകളിൽ നമ്മൾ ചെരുപ്പിടുന്നുണ്ടോ, ഈ സുവിശേഷത്തിന്റെ സന്ദേശം നാം വഹിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു വസ്തുതയാണ്. ഞാൻ മുന്നോട്ട് പോരട്ടെ. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പിടണം, എന്തുകൊണ്ട് നാം ഈ ചെരുപ്പ് ഇടണം, അഥവാ ഈ സുവിശേഷം നാം എന്തുകൊണ്ട് അറിയിക്കണം, അതിന്റെ ചില വാക്യങ്ങൾ വിശദീകരണം കൂടാതെ വായിച്ചു പോകുവാൻ താല്പര്യപ്പെടുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ഇത് ഏകരക്ഷാമാർഗമാണ്, ഇത് ഏകരക്ഷാമാർഗമാണ്. അതുകൊണ്ട് നാം ഈ ചെരുപ്പിട്ടേ മതിയാകുള്ളൂ. മറ്റൊരുത്തൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നാം എന്തുകൊണ്ട് ഈ ചെരുപ്പിടണം? ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, മാനവജാതിയെ രക്ഷിക്കുന്ന ഏക സന്ദേശം ഈ സുവിശേഷമെന്ന് മാത്രമാണ്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ സകല ഭൂസീമാവാസികളെയും രക്ഷിക്കുന്ന ഏക സന്ദേശം ഈ സുവിശേഷമാണ്. സകല ആളുകളെ രക്ഷിക്കുന്ന ഏക വ്യക്തിപ്രഭാവം കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തിൽ എത്രയോ ആശയങ്ങളുണ്ട്, ലോകത്തിൽ പ്രചണ്ഡവാദങ്ങൾ മുഴക്കിയുള്ള എത്രയോ തത്വസംഹിതകളുണ്ട്. പക്ഷേ പാപിയെ രക്ഷിക്കുന്ന, പാപത്തിന്റെ പടുകുഴിയിൽ വീണ് കിടന്ന് നിലവിളിക്കുന്ന, പാപത്തിന്റെ അയ്യം വിളി മുഴക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു എന്ന രക്ഷിതാവല്ലാതെ വേറെ ആരുമില്ല. സുവിശേഷം എന്ന സത്യവചനമല്ലാതെ വേറെ ആരുമില്ല. നാം ഇവിടെ കണ്ടത് സുവിശേഷം എന്ന സത്യവചനം എഫെസ്യർ 1:13 നമ്മൾ കാണുകയുണ്ടായി. ഇത് സത്യവചനമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു കളങ്കവുമില്ലാത്ത വചനമാണിത്. ഈ രാത്രികളിൽ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഒരു സഭയെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ബ്രദറൻ സഭയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് 1000 നാവാണ്.
കാരണം ഉപദേശ സത്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വചനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഞങ്ങൾ. അത് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ സുവിശേഷമാണ്, ഇത് സത്യവചനമാണ്, ഇത് യാതൊരു കളങ്കവുമില്ലാത്ത അനുഗ്രഹീതമായ വചനമാണ്, ഇത് സത്യവചനമാണ്. നമ്മുടെയൊക്കെ ബൈബിളിന്റെ പുറത്ത് ഗിൽറ്റ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. ഏതാ? സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം എന്തിനാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഈ ആർഷഭാരതത്തിൽ നാം ജീവിക്കുകയാണ്. ഇവിടെ എത്രയോ വേദങ്ങളുണ്ട്, ഇവിടെ എത്രയോ വേദങ്ങളുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവേദം, ഹല്ലേലൂയ, ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ ബൈബിൾ. ഇത് സത്യവേദമാണ്. ഇതിലെ ഓരോ അക്ഷരങ്ങളും സത്യമാണ്, ഓരോ പദങ്ങളും സത്യമാണ്. യാതൊരു കളങ്കവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പറയട്ടെ, എന്തുകൊണ്ട് ഈ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നു? അതിന്റെ കാരണം ഇതല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇല്ല. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്ന ഏക മാർഗമല്ലാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, പാപത്തിന് പരിഹാരം ലഭിപ്പാൻ വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ ചെരുപ്പ് നമ്മൾ ഇടണം. ഈ സന്ദേശം ഞങ്ങൾ അതുകൊണ്ട് അറിയിക്കുന്നു. രണ്ടാമത്തെ വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അവിടുത്തെ ആശയം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം അറിയിക്കുക എന്നുള്ള ആ കടപ്പാട്, ആ ഉത്തരവാദിത്വം എന്റെ മേൽ കിടക്കുകയാണ്. നീ അത് ചെയ്യണം, ഈ സുവിശേഷം അറിയിക്കണം എന്നുള്ള ആഴമേറിയ ആ വാക്കുകൾ, കർത്താവിന്റെ വചനം എനിക്കുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ഈ ചെരുപ്പിട്ടുകൊണ്ട് വെളിയിലേക്ക് പോകണമെന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്, നമ്മുടെ കടപ്പാടാണ്. നമ്മളിപ്പോൾ സുവിശേഷ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതിൽ എനിക്ക് ഒരു പ്രശംസയുണ്ടാകണം എന്ന് വിചാരിച്ച് നാം പറഞ്ഞാൽ അത് തെറ്റാ. എന്താ കാര്യം? എന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്രയോജനദാസന്മാർ എന്ന് മാത്രമേ നമ്മെ കുറിച്ച് പറയാനായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കടപ്പാടാണ് ഈ സന്ദേശം നാം അറിയിക്കണം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഈ കടപ്പാട് എത്രമാത്രം ചെയ്യുന്നുണ്ട്, ഈ ഉത്തരവാദിത്വം നമ്മൾ എത്രമാത്രം നിറവേറ്റുന്നുണ്ട്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തോട് ഈ രാത്രികളെ സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു വസ്തുത ഞങ്ങൾ വിളിച്ചു പറയട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ ഞങ്ങളുടെ കടപ്പാട് ഞങ്ങൾ ദേശത്തോട് നിറവേറ്റുകയാണ്. ഞങ്ങളുടെ അസ്ഥിയും മാംസത്തിന് മാംസവുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ നിങ്ങളോടുള്ള ഞങ്ങളുടെ കടപ്പാട് നിറവേറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രസംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാൻ 4:35. ഇത് ഒരു നിർണായക കാലഘട്ടമാണ്. ഇത് ഒരു നിർണായക കാലഘട്ടമാണ്. യോഹന്നാൻ 4:35. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊയ്ത്തിന് 4 മാസം കൂടെ ഉണ്ട്. പക്ഷെ തല ഉയർത്തി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തു കിടക്കുകയാണ്. 4 മാസം കൂടെ ഉണ്ട്. അത് കൊയ്യാൻ സമയമായിട്ടില്ല, അത് വിളയുവാനായിട്ട് നേരമായിട്ടില്ല. പക്ഷെ എന്തോ ഇതെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. വയലേലകൾ വിളഞ്ഞ് കിടക്കുകയാണ്. ഇത് ഒരു നിർണായകമായ കാലഘട്ടമാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും കൊയ്ത്തിനായിട്ട് വെളുത്തു കിടക്കുകയാണ്. ലോകം മുഴുവനും പാപത്താൽ മലീമസമായി കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവനും പാപത്തിന്റെ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു നിർണായകമായ കാലഘട്ടമാണ്. സമുദായ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ലോകത്തിലെ മുഴുവൻ ആളുകളും പാപം അവരുടെ കൈകൊണ്ട് വാരി പുണർന്ന് അതിനെ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപം കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ സംവിധാനം, ഹൈടെക് കള്ളന്മാർ, ഇല്ലേ? കേൾക്കാത്ത വാക്കുകളൊക്കെ. ഹൈടെക് വീടുകളിൽ ഹൈടെക് കള്ളന്മാർ കയറുന്നു.
ഏതുണ്ട് സുരക്ഷിതമായിട്ടുള്ളത്? നമ്മളെ വീടൊക്കെ പൂട്ടി ഒന്നും കൂടെ പിടിച്ച് അത് പൂട്ടിയോ എന്ന് ഉറപ്പാക്കിയിട്ടൊക്കെ ഇറങ്ങും. വാഹനമൊക്കെ കാർപോർച്ചിൽ അത് ലോക്ക് ചെയ്ത് അത് സെൻട്രൽ ലോക്ക് ചെയ്ത് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പാക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഹൈടെക് കള്ളന്മാരാണ് ഇറങ്ങുന്നത്. ഒന്നും സുരക്ഷിതമല്ല. ലോകത്തിൽ മദ്യപാനം, മയക്കുമരുന്ന്, നാടകം, സിനിമ, ഡാൻസ് വർദ്ധിച്ചു വരികയാണ്. പാപത്തിന്റെ അതിപ്രസരണം വളരെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിർണായകമായ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ചെരുപ്പിടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. തലകൾ ഉയർത്തി നോക്കണം. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ തലകൾ ഉയർത്തി നാം നോക്കണം. നമ്മുടെ തലകളെ ഉയർത്തി നോക്കേണ്ടത് നമ്മുടെ എസ്റ്റേറ്റുകളിലേക്കോ ഭൗതികമായ നന്മകളിലേക്കോ മാത്രം ആകരുത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ നാം തല ഉയർത്തി നോക്കണം. എത്രമാത്രം ആ കാര്യം നമുക്ക് കഴിയുന്നുണ്ട്? നശിച്ചു പോകുന്ന ജനങ്ങളെ കാണുവാൻ, തലകൾ ഉയർത്തി നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പ് ഇടണം? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം. ലൂക്കോസ് 10:2. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പ് ഇടണം? കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. മതി, അതാണ് മറ്റൊരു കാരണം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം അസത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെ അധികമുണ്ട്, അത് സത്യമായൊരു കാര്യമാണ്. പക്ഷേ ഇത്രയും വയലേലകൾ കൊയ്ത് തീർക്കാനുള്ള വേലക്കാരില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. വേലക്കാർ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, എത്ര കൊയ്താലും എത്ര പറഞ്ഞാലും മതിയാകാത്ത നിലയിൽ ലോകം അത്രമാത്രം വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേലക്കാർ ചുരുക്കം. ഒരിക്കൽ വളരെ വർഷങ്ങൾ എന്റെ ചെറുപ്പകാലത്ത് എം.ഇ. ചെറിയാൻ സാർ ഈ വാക്യം വായിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം രസകരമായ നിലയിൽ വേറൊരു ആശയം സ്ഥാപിക്കാൻ വേണ്ടി ഈ വാക്യം ഇങ്ങനെയാ വായിച്ചത്: കൊയ്ത്തു വളരെയുണ്ട്, അതങ്ങ് നിർത്തി. എന്നിട്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ഒരളവിൽ അത് ശരിയായില്ലേ? കൊയ്ത്ത് വളരെയുണ്ട്, കൊയ്ത്ത് നടക്കുന്നുമുണ്ട്, വേലക്കാരുമുണ്ട്. എത്രയോ സംഘടനകൾ, എത്രയോ വേലക്കാർ, എത്രയോ നേതാക്കന്മാർ, എത്രയോ ഉന്നതരായ ആളുകൾ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, സത്യം, വേലക്കാർ വളരെ ചുരുക്കമാണ്. വേല നടക്കുന്നുണ്ട്, പക്ഷെ ഈ ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ പറയുവാൻ പല ആളുകൾക്കും കഴിയുന്നില്ല. നിർമ്മലമായ സുവിശേഷത്തോട് മറ്റു പലതും കൂട്ടിക്കലർത്തിയാണ് പല ആളുകളും പ്രസംഗിക്കുന്നത്. വേലക്കാർ ചുരുക്കമാണ്, സത്യമായ വേലക്കാർ വളരെ ചുരുക്കമാണ്. പക്ഷെ ഇന്ന് രാത്രി അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു കാര്യം നന്നായിട്ടറിയാം. ഈ സത്യം വ്യക്തമായിട്ട് അറിയിക്കുന്ന കൂട്ടരാണ് നമ്മൾ. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ച് വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ ഉയർത്തി നാം ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. നാം വിളിച്ചു പറയുന്ന സുവിശേഷം ഇത് സത്യമാണ്. ഒരു സഭ വലുതാക്കാനുള്ള പ്രസംഗമല്ല ഇത്. ഒരു മതം വലുതാക്കാനുള്ള പ്രസംഗമല്ല ഇത്. മനുഷ്യൻ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടണം, ആളുകൾ എങ്ങനെയെങ്കിലും സത്യം അറിയണം, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ കാര്യം പറയാതെ ഇരിക്കരുത്. ഈ വസ്തുത നാം ഒരു കാരണവശാലും അറിയിക്കാതെ ഇരിക്കരുത്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ പ്രവാചകനായ യിരെമ്യാവ് ആകെ സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുകയാണ്. അവിടെ ജനം മുഴുവനും സ്വപ്നങ്ങളും വെളിപ്പാടുകളും ഒക്കെ കണ്ട് അതിലവർ ആകൃഷ്ടരായിരിക്കുക. ആളുകൾക്ക് അത് മതി, സ്വപ്നങ്ങളും വെളിപ്പാടുകളും ഒക്കെ ആളുകൾക്ക് മതി. അത് കണ്ട പ്രവാചകൻ വളരെ ദുഃഖിച്ച് തന്റെ ജനത്തോട് ഇങ്ങനെയാണ് പറയുന്നത്: സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. 28-ാം വാക്യം. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസതയോടെ പ്രസ്താവിക്കട്ടെ. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ സ്വപ്നങ്ങളുടെയും ദർശനങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ, അതിന് ആളുകൾ പ്രാധാന്യം കൊടുത്തു പോകുമ്പോൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നമുക്ക് സത്യം മനസ്സിലായ നമുക്കൊരു കടപ്പാടുണ്ട്. നാം ഇത് വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. ഈ സത്യം നാം വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. അതിന് 25-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു. 25-ാം വാക്യം നോക്കാം. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവർത്തിക്കുന്ന പ്രവാചകന്റെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. നോക്കണം, കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കുക. എന്നാ പ്രവചിക്കുന്നത്? ഞാൻ സ്വപ്നം കണ്ടു,
ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക് പറഞ്ഞ് പ്രവചിക്കുക. ഇന്നു രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ ജനത്തെ കലക്കിക്കളയുകയാണ്. സത്യത്തിലേക്ക് തിരിക്കാതെ പല ആശയങ്ങൾ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് ആളുകൾ വാരി വിതറുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഏതാണോ സത്യം, ആ സത്യം നാം വിളിച്ചു പറയണം. ആ സത്യം നാം മറ്റുള്ളവരിലേക്ക് കൈമാറണം. അത് അത്യാവശ്യമായ കാര്യമാണ്. സത്യം വേലക്കാർ വളരെ ചുരുക്കമുള്ളപ്പോൾ ഈ സത്യത്തിന്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, നാടെങ്ങും ദേശമെങ്ങും ഈ സത്യം നമുക്ക് അറിയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വരുന്നു. യെഹെസ്കേൽ 3:18. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പിടണം? യെഹെസ്കേൽ 3:18 വാക്യം. നാം ഈ ചെരുപ്പിട്ടുകൊണ്ട് പോയില്ലെങ്കിൽ കുറ്റക്കാരായി തീരും. ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ തക്കവണ്ണം അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. യഹോവ ദുഷ്ടനോട് പറയുന്നു, അഥവാ രക്ഷിക്കപ്പെടാത്ത ഒരാളോട് പറയുന്നു, നീ നിന്റെ പാപത്തിൽ മരിക്കും. ആ കാര്യം നമ്മൾ അവനെ ഓർപ്പിച്ചുണർത്തണം. പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതെത്രയോ സങ്കടകരമായ ഒരു മരണമാണ്. ചില മരണങ്ങളൊക്കെ കാണുമ്പോൾ പലരും പറയാറുണ്ട്, ഇതൊരു സങ്കടകരമായ മരണമായി പോയി, ഇത് വേദനാജനകമായ മരണമായി പോയി എന്നൊക്കെ പറയാറുണ്ട്. അകാലത്തിൽ മരിക്കുമ്പോൾ, അപകടങ്ങളിൽ മരിക്കുമ്പോൾ, അനർത്ഥങ്ങളിൽ മരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയും ഇതൊരു ദുഃഖകരമായ മരണമായി പോയി. എന്നാൽ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും സങ്കടകരമായ മരണം എന്ന് പറയുന്നത് അകാലത്തിൽ മരിക്കുന്നതോ അപകടങ്ങളിൽ മരിക്കുന്നതോ അനർത്ഥങ്ങളിൽ മരിക്കുന്നതോ ഒന്നുമല്ല, മറിച്ച് ഒരുവൻ തന്റെ പാപത്തിൽ മരിക്കുക. അതാണ് ഏറ്റവും സങ്കടകരമായ മരണം. അർത്ഥാൽ രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ മരണം, ആ മരണമാണ് ഏറ്റവും ദുഃഖകരമായ മരണം. അവന്റെ കണ്ണുകൾ തിരുമിയടച്ചാൽ രക്ഷപ്പെടാൻ യാതൊരു പൊഴുതും അവനില്ല. നമുക്കറിയാം, ധനവാനായ മനുഷ്യനവൻ മരിച്ചു. അവൻ പറയുന്ന വാക്കുകൾ എത്ര സങ്കടകരമാണെന്ന് ഓർക്കണം. ഞാൻ ഈ തീച്ചുവാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിൽ അവൻ വേദന അനുഭവിച്ചിട്ടില്ലാത്ത മനുഷ്യനായിരിക്കാം. പക്ഷെ അവന്റെ കണ്ണുകൾ തിരുമ്മിയടഞ്ഞപ്പോൾ കഠിന വേദനയുടെ സ്ഥലത്തേക്ക് അവൻ മാറുകയാണ്. പാപത്തിൽ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായ മരണമാണ്. പാപത്തിൽ ഒരാൾ മരിക്കുമ്പോൾ നാം എന്തു പറയണം? നീ പാപത്തിലാണ് മരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാൻ ഒരു മാർഗമുണ്ട്. ആ വസ്തുത നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ വാക്യത്തെ ഭയപ്പെടുന്ന എത്ര വിശ്വാസികൾ ഇവിടെയുണ്ട്? ദുഷ്ടൻ അഥവാ രക്ഷിക്കപ്പെടാത്ത ഒരാൾ പാപത്തിൽ മരിക്കുമ്പോൾ അവനോട് നാം സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കും അതിന് കണക്ക് കൊടുക്കേണ്ടത്. ഈ രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഉന്നതമായ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഈ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് എത്രമാത്രം മനസ്സുണ്ടാകാറുണ്ട്. ഈ നല്ല കർത്താവിനെ കുറിച്ച് നാം മറ്റുള്ളവരോട് എത്രമാത്രം അറിയിക്കാറുണ്ട്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം ഞങ്ങൾ ദേശത്തോട് വിളിച്ചറിയിക്കുമ്പോൾ ഒരു വസ്തുത വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ കണക്ക് ദൈവത്തോട് ഞങ്ങൾ പറയേണ്ടവരാണ്. ഈ സത്യം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ദൈവം ഞങ്ങളോടാണ് കണക്ക് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സത്യം ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ബഹുമാന്യ സുഹൃത്തേ, ഈ രാത്രികളിൽ ഞങ്ങൾ ഗോൾ നിങ്ങളുടെ കോട്ടിലേക്ക് അടിച്ചു മാറ്റിയിടുകയാണ്. ഇതിന് ഉത്തരവാദി നിങ്ങളാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വചനം വെറുതെ മടങ്ങി വരികയില്ല, അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. ദൈവത്തിന്റെ വചനം അത് ക്രിയ ചെയ്യും, നിശ്ചയമായ കാര്യമാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം പറഞ്ഞിട്ടും ഈ സുവിശേഷം കേട്ടിട്ടും ഒരാള് മാനസാന്തരപ്പെടുന്നില്ല എന്ന് കരുതുക. അവൻ നീയോ നിന്റെ പ്രാണൻ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റി. നമ്മളോട് ദൈവം ചോദിക്കുകയില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദികളും കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുമാണ്. ഇതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്.
വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി എന്ന് നാം വായിക്കുന്നു. ആകയാൽ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇത്ര പണച്ചെലവ് ചെയ്ത്, ഇത്ര കഷ്ടപ്പെട്ട്, ഇത്ര ത്യാഗം അനുഭവിച്ച് ഈ സുവിശേഷ പ്രഭാഷണങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ ഈ വിലപ്പെട്ട സന്ദേശം നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെ നിരാകരിക്കരുത്. ഈ സുവിശേഷത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ് നീ മുന്നോട്ട് പോകരുത്. ഈ സുവിശേഷത്തെ വേണ്ട എന്ന് വെക്കരുത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യം നമുക്കറിയാം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് വിചാരിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ. നാം വായിക്കുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ നമ്മോട് പറയുന്നു, മകനെ നീ പാപിയാണ്, മകളെ നീ പാപിയാണ്, നീ രക്ഷിക്കപ്പെടണം, നീ മാനസാന്തരപ്പെടണം, നീ നിന്റെ പാപ വഴികളെ വിട്ട് യേശുവിലേക്ക് വരണം. ദൈവപുത്രൻ നമ്മോട് പറയുകയാണ്. ആ ദൈവപുത്രനെ നമ്മൾ പിടിച്ചു തള്ളുകയാണ്. എനിക്കിതൊന്നും കേൾക്കണ്ട, എന്നോട് നീ ഇത് പറയണ്ട. ദൈവപുത്രൻ പിന്നെയും നമ്മോട് പറയുന്നു, നീ മാനസാന്തരപ്പെടണം, നീ രക്ഷിക്കപ്പെടണം, നീ വീണ്ടും ജനിക്കണം. പിന്നെയും നാം ദൈവപുത്രനെ തള്ളുകയാണ്. എന്നിട്ടും നമ്മെ വിടാതെ നമ്മുടെ അടുക്കൽ വന്ന്, മകനെ നീ രക്ഷിക്കപ്പെടണം, നീ വീണ്ടും ജനിക്കണം, പാപമോചനം പ്രാപിക്കണം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിന്റെ പാപത്തിന്റെ അങ്കി കഴുകി നീ ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്. ഒടുവിൽ നാം യാതൊരു മനസ്സുമില്ലാതെ, സുവിശേഷത്തോട് യാതൊരു താല്പര്യവുമില്ലാതെ ദൈവപുത്രനെ നമ്മുടെ കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നു. എത്ര സങ്കടകരമായ കാര്യം! ദൈവപുത്രനെ ചവിട്ടിക്കളയുക മാത്രമല്ല, നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് വിചാരിക്കുക. ഈ യേശുക്രിസ്തുവിന്റെ രക്തം അതിന് യാതൊരു വിലയുമില്ല എന്ന് ചിന്തിക്കുക. ഈ സുവിശേഷ പ്രസംഗത്തിന് യാതൊരു പ്രാധാന്യമില്ല എന്ന് ചിന്തിക്കുക. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തിയിട്ടും ആ പരിശുദ്ധാത്മാവിനെ പുച്ഛമായിട്ട് കാണുക. ആ പരിശുദ്ധാത്മാവിനെ യാതൊരു ബഹുമാനവുമില്ലാതെ കാണുക. ദൈവത്തിന്റെ ആത്മാവിനെ ഒട്ടും അംഗീകരിക്കാതെ പോവുക. അങ്ങനെയുള്ളവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രാത്രികളിൽ ഞങ്ങൾ ഈ ഗോള നിങ്ങളുടെ കരങ്ങളിലേക്ക് തള്ളിയിടുകയാണ്. വചനത്തെ നാം നിന്ദിക്കരുത്, ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. എത്രയോ തവണ സുവിശേഷം കേട്ടു, എത്രയോ തവണ ഈ സന്ദേശം മനസ്സിലാക്കി, എത്രയോ തവണ തങ്ങളുടെ പാപത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം വരുത്തി. പക്ഷെ ഇന്നും രക്ഷിക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ ഈ രാത്രി പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നമ്മുടെ കാൽ സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ കരങ്ങൾ തൊട്ട് നമ്മുടെ കാലിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ ചെരുപ്പ് ഞാൻ ഇടുന്നുണ്ടോ? നമുക്ക് ഈ ചെരുപ്പിടാൻ പ്രിയപ്പെട്ടവരെ, നാടെങ്ങും നമുക്ക് ഈ സുവിശേഷം അറിയിക്കാം. കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഈ സുവിശേഷത്തിന്റെ വാഹകരായി നാം പോകുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. ഈ സുവിശേഷം പ്രസംഗിക്കുക, ഈ കർത്താവിനെ കുറിച്ച് പറയുക, ലഘുലേഖകൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ പാശ്ചാത്യ ദേശത്ത് ഒരു സംഭവ കഥയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു സംഭവമാണ്. പാശ്ചാത്യ ദേശത്ത് ഒരു ജ്യേഷ്ഠനും അനുജനും ഒരു കൊച്ചു വീട്ടിലിരുന്ന് അവരുടെ ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ഒരാൾ ചോദിച്ചു, എടാ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് പഠിക്കണം, നല്ല ജോലിയൊക്കെ കിട്ടണം, കല്യാണമൊക്കെ കഴിക്കണം, അമേരിക്കയിലേക്ക് പോകണം, നല്ല ജോലി കിട്ടി വളരെ ധനം സമ്പാദിക്കണം. ആ മനുഷ്യൻ അങ്ങനെ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചു. വളരെ ഉന്നതനായ അദ്ദേഹം തീർന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ കണക്കൊക്കെ മക്ഡൊണാൾഡ് തന്നെ കമന്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റേ സഹോദരൻ അപ്പോൾ പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് ആഫ്രിക്കയിലേക്ക് പോകണം, ആ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് പോകണം, ആ നരഭോജികളുടെ അടുക്കലേക്ക് പോകണം, ആ കറുത്ത വർഗക്കാരുടെ ഇടയിലേക്ക് എനിക്ക് പോകണം.
ആ മനുഷ്യൻ അവിടേക്ക് പോയി. ഞാൻ ഇന്ന് രാത്രി പറയാൻ വരുന്നത്, അമേരിക്കയിലേക്ക് പോയി സമ്പന്നനായി തീർന്ന ആ മനുഷ്യനെ അല്ല ലോകമെന്നറിയുന്നത്, മറിച്ച് ആഫ്രിക്കയിലേക്ക് പോയ ആ മനുഷ്യൻ, അവനെയാണ് ലോകം ഇന്നറിയുന്നത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. ഈ രാത്രി ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി ഓടിയാൽ, അവന് വേണ്ടി ആയുസ്സു ചെലവഴിച്ചാൽ, അവന് വേണ്ടി കൊടുത്താൽ, ഈ ചെരുപ്പിട്ടുകൊണ്ട് നാടെങ്ങും നടന്നാൽ, പ്രിയപ്പെട്ടവരെ, ഒരു ദോഷവും നമുക്ക് വരികയില്ല. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ പ്രചാരകരായി നമുക്ക് തീരാം. നാളുകൾ ഇനി അധികം നമ്മുടെ മുമ്പിലില്ല. കൃപയുടെ വാതിൽ അടയാൻ പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരുവാൻ പോവുകയാണ്. അവിടുത്തെ വരവ് സംഭവിച്ചാൽ ഒരു സുവിശേഷം പറ്റി അറിയിക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് പകലുള്ളിടത്തോളം അവന്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം കാൽ സൂക്ഷിക്കണം. അടുത്തത്, വെള്ളം വറ്റിപ്പോകാതെ തൊണ്ട സൂക്ഷിക്കണം. വെള്ളം വറ്റിപ്പോകാതെ തൊണ്ട സൂക്ഷിക്കണം. നമുക്കറിയാം, തൊണ്ടയ്ക്ക് സംസാരിക്കാനായിട്ട് നനവ് തരുന്നത് വെള്ളമാണ്. ഈ വെള്ളമൊക്കെ ഇവിടെ വെച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് വെള്ളം വെച്ചിരിക്കുന്നത്. എന്റെ തൊണ്ട ആകെപ്പാടെ പോയിരിക്കുക, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ തൊണ്ട വറ്റിപ്പോകരുത്. എപ്പോഴും തൊണ്ടയ്ക്ക് വെള്ളം ആവശ്യമാണ്, നനവ് ആവശ്യമാണ്. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനഞ്ഞിരിക്കണം. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊണ്ട വെള്ളത്താൽ നനഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വെള്ളത്തെ കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വെള്ളത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ്. ദൈവവചനത്തെ കുറിച്ച് യോഹന്നാൻ 3:5 നമുക്ക് അറിയാവുന്നതുകൊണ്ട് വായിക്കണ്ട. അതിന്റെ യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. അപ്പൊ വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ ജനിക്കണം. അവിടെ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വിലയേറിയ വചനത്തെ കുറിച്ചാണ്. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവവചനത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്നുള്ളതാണ്. വചനത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ അതിന്റെ 3-ാം വാക്യത്തിലാണ് അതിന്റെ അർത്ഥം നമ്മൾ കാണുന്നത്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ അതിന്റെ 1-ാമത്തെ സ്റ്റെപ്പ് നാം പുതുതായി ജനിക്കണം എന്നാണ്. ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ജനനം എന്ന അനുഭവത്തിലൂടെ ദൈവത്തിന്റെ വചനമാകുന്ന വെള്ളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തിട്ടുണ്ടോ? വചനത്താൽ നമ്മുടെ തൊണ്ട നനയണം. വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നിക്കോദിമോസിനോടാണ് ഈ കാര്യം പറഞ്ഞത്. നിക്കോദിമോസിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പരീശന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രമാണിയാണ് എന്ന് നാം വായിക്കുന്നു. പരീശൻ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 വട്ടം കൃത്യമായിട്ട് ഉപവസിക്കുന്നവനാണ്. എന്ത് കിട്ടിയാലും അതിന് ദശാംശം കൊടുക്കുന്നവനാണ്. ദീർഘമായി പ്രാർത്ഥിക്കുന്നവരാണ്. ഒട്ടേറെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്. ആ മനുഷ്യനോടാണ് കർത്താവ് പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ സൽപ്രവർത്തികൾ, മനുഷ്യൻ അവന്റെ പാട്ട്, അവന്റെ പ്രാർത്ഥന, അവന്റെ പലവിധമായ ആത്മീക പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് നിശ്ചയമായിട്ട് കർത്താവ് അരുളി ചെയ്യുകയാണ്. പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. നാമൊക്കെ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ഒരു ദിവസമുണ്ട്. നമുക്കൊക്കെ ഒരു ബർത്ത്ഡേ ഉണ്ട്. ചില ആളുകളൊക്കെ ബർത്ത്ഡേ ആഘോഷപൂർവ്വമൊക്കെ കൊണ്ടാടാറുണ്ട്. എന്നാൽ ഞങ്ങളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുമില്ല, അതിനൊരു പ്രാധാന്യം പ്രത്യേകിച്ച് കൊടുക്കാറുമില്ല. എന്നാൽ നാം തിരുവെടുത്ത് പറയുന്നു, നാം ഒന്നുകൂടെ ജനിക്കണം, വീണ്ടും ജനിക്കണം. അതെവിടെയാ ജനിക്കേണ്ടത്? ദൈവമക്കളായിട്ടാണ് ജനിക്കേണ്ടത്. ദൈവഭവനത്തിലാണ് ജനിക്കേണ്ടത്. വീണ്ടും ജനിക്കണം. പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. നാം പുതുതായി ജനിക്കണം. ആ പുതുതായി ജനനം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഞാൻ വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് പറയുവാൻ നമുക്ക് കഴിയുമോ? ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ പുതുതായി ജനിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ലോകത്തിൽ ജനിച്ചത്, ഒരാൾ ജനിച്ചത് ഒരു ദിവസമല്ലേ?
എനിക്ക് പല ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ല. ഒരു ദിവസമാണ് ഒരാൾ ജനിച്ചത്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം. ഒരാള് ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി പുതുതായി ജനിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുവാൻ കഴിയണം. അങ്ങനെയുള്ളവരാണ് പുതുതായി ജനിച്ചത്. ഈ രാത്രി ഞങ്ങൾ ഉറക്കെ പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിശ്ചയമായ കാര്യമാണ്. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ വചനത്താൽ നമ്മൾ വീണ്ടും ജനിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്താൽ ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവ് നമ്മെ ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ ദൈവവചനത്താൽ നാം ഒരു കുളി നടത്തിക്കൊണ്ടിരിക്കുക, കഴുകൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയായി കഴുകൽ നമുക്ക് തരുന്നത്? കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം നമ്മളെ കേൾപ്പിക്കുമ്പോൾ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നാം ദൈവസന്നിധിയിൽ ശുദ്ധിയും നിഷ്കളങ്കയുമായി നിൽക്കണം. കറയും ചുളുക്കവും ഒന്നും വരാൻ പാടില്ല. ഒരു ഹോളി ലൈഫ്, വിശുദ്ധ ജീവിതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവിന്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിന് 17-ാം വാക്യത്തിൽ കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു അഭയയാചനയുണ്ട്. 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു, നിന്റെ വചനം സത്യമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന വെള്ളം കൊണ്ട് നാം വിശുദ്ധീകരണം പ്രാപിക്കണം. വചനത്താൽ നാം വിശുദ്ധ ജീവിതം നയിക്കണം. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ അവൻ വചനം കേൾക്കണം. വചനത്തിന്റെ കേൾവി, അതാണ് ഒരുവനെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഈ വചനത്തിന്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്, അതാണ് നമ്മെ അനുഗ്രഹീതരാക്കി തീർക്കുന്നത് എന്ന് വ്യക്തമായി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകണം എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, ഞാൻ പറഞ്ഞോളാം, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിശുദ്ധ ജീവിതത്തിന് ഒരു നല്ല ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് വിശുദ്ധ ജീവിതം? പത്രോസ് പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്. ഈ പണ്ടെന്ന് പറയുന്നത് ഏതാ? പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വല്ലതാണോ? അല്ല. എന്നാണോ രക്ഷിക്കപ്പെട്ടത്? അതിനു മുമ്പുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തുണ്ടായിരുന്ന ഒട്ടേറെ മോഹങ്ങൾ, അത് പാപമോഹങ്ങളാണ് എന്ന് നമുക്കറിയാം. ആ ജഡത്തിന്റെ മോഹങ്ങൾ, പാപത്തിന്റെ മോഹങ്ങൾ, ആ മോഹങ്ങൾ ഇന്ന് വെച്ചു പുലർത്താതിരിക്കുക, അതാ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നിൽ ഏതെല്ലാം പാപമോഹങ്ങൾ ഉണ്ടായിരുന്നുവോ ആ മോഹങ്ങളൊന്നും ഞാൻ വെച്ചു പുലർത്താതിരിക്കുക, അതാ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒരുവൻ കുടിക്കുമായിരുന്നെങ്കിൽ ഇന്ന് കുടിക്കാതിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ പുകവലിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് വലിക്കാതിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ പാൻ മസാല ഉപയോഗിക്കുമെങ്കിൽ ഇന്നത് ഉപയോഗിക്കാതിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ കള്ളക്കച്ചവടം ചെയ്യുമെങ്കിൽ ഇന്നത് ചെയ്യാതിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ പാപത്തിന്റെ മായ കാഴ്ചകളെ ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത് ചെയ്യാതിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ നാടകവും സിനിമയും ക്യാമറ ഡിസ്കോ ഡാൻസും ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത് ചെയ്യാതിരിക്കുക. അതാ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. പഴയ മനുഷ്യനിലുള്ള ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ ഇന്ന് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് എന്നാണ് ബൈബിൾ പറയുന്നത്.
എന്തിനു വേണ്ടി ദൈവത്തിന്റെ വചനം നമ്മെ കൂടെ കൂടെ കേൾപ്പിക്കുന്നു? നാം വിശുദ്ധരായി തീരുവാൻ. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, ആ വെള്ളത്താൽ നാം വിശുദ്ധ ജീവിതം നയിക്കണം. ആ വെള്ളത്താലുള്ള കൂലി നമ്മൾ അനുഭവിച്ചിട്ട് കറയും ചുളുക്കവും ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ട് നമ്മൾ ഓടണം. വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം? കേവലം കള്ളു കുടിക്കാതിരിക്കുന്ന മാത്രം വിശുദ്ധ ജീവിതമാണോ? കേവലം ചീത്ത പറയാതിരിക്കുന്നത് മാത്രം വിശുദ്ധ ജീവിതമാകുമോ? ഇല്ല. ബൈബിൾ നമ്മൾ കൂലങ്കഷമായി പരിശോധിക്കുമ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന നിർവചനം വേർപെട്ട ജീവിതം എന്നാണ്. വേർപെട്ട ജീവിതം. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വേർപെട്ട ജീവിതം ഒരുവൻ നയിക്കുന്നുവെങ്കിൽ അവനാണ് വിശുദ്ധൻ. കള്ളു കുടിക്കുന്നില്ലായിരിക്കാം, ചീത്ത പറയുന്നില്ലായിരിക്കാം, പക്ഷേ നിന്റെ രഹസ്യ ജീവിതത്തിൽ മറ്റേതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, പാപത്തെ താലോലിക്കുന്ന ഏതെങ്കിലും വശങ്ങളുണ്ടെങ്കിൽ, വേർപാട് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നീ വിശുദ്ധനല്ല, ദൈവസന്നിധി വിശുദ്ധനല്ല എന്നാണ്. രക്ഷിക്കപ്പെട്ട നീ സ്നാനപ്പെടാൻ മടി കാണിച്ചിരിക്കുന്നുവെങ്കിൽ, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ മടിയാണെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. വേർപെട്ടവനായി ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഓ കർത്താവിനെ സത്യത്തിനും ആത്മാവിലും നിനക്ക് ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ വേർപാടിൽ നിന്ന്, വേർപെട്ട ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് എന്ന് ബൈബിൾ ഓർപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വേർപെട്ട ജീവിതം എന്നാണ്. വേർപെട്ട ജീവിതം നമുക്ക് എത്രമാത്രം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം ഇസ്രായേൽ ജനത്തിനെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അവരോട് ദൈവം പറഞ്ഞു, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പാർത്തിരുന്ന ഇസ്രായേൽ നാട്ടിലെ നടപ്പ് നിങ്ങൾ നടക്കരുത്, കനാൻ നാട്ടിലെ നടപ്പും നിങ്ങൾ കരുത്. പിന്നെന്താ? എന്റെ വിധികളെ പ്രമാണിച്ച് എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കണം. ഇവിടെ നിങ്ങൾ പല സംസ്കാരങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കനാൻ നാട്ടിലെ സംസ്കാരമുണ്ട്, ഇസ്രായേലിലെ നടപ്പുണ്ട്. നിങ്ങൾക്കിതെല്ലാം അറിയാം. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ നടക്കേണ്ടത് എന്റെ വിധികളെ പ്രമാണിച്ചാണ്. ഒറ്റ ചട്ടം, ഒറ്റ പ്രമാണം, അത് മാത്രമേ ദൈവജനത്തിനുള്ളൂ. രണ്ടില്ല, രണ്ട് പ്രമാണമില്ല. ഞാൻ സമ്പന്നനായിരിക്കാം, ധനവാനായിരിക്കാം, എനിക്കായിരിക്കാം കുറെ കൂടി പ്രാമുഖ്യമുള്ളത്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഈ സിലബസിലെ വിഷയങ്ങളല്ല. ഈ വെള്ളത്താൽ നാം വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞാൽ വേർപെട്ടവരായിരിക്കണം, വേർപെട്ടവരായിരിക്കണം. അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കേണ്ടത് ഒന്നാണ്. നമ്മെ നാമാക്കി മാറ്റിയതിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ വേർപെട്ട ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് വിട്ടുപോകാൻ ആർക്കും ഇടയാകരുത്. ഒരു കല്യാണം വരുമ്പോൾ, വിവാഹം അത് താളം തെറ്റുമ്പോൾ അത് വേർപിരിയാമെന്നോ പുനർവിവാഹം നടത്താമെന്നോ ആരും ചിന്തിക്കരുത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. വേർപാട് അന്വേഷിക്കരുത്. വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരാശയം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. യോഹന്നാൻ 8:31. ഈ വെള്ളം എന്ന ദൈവവചനത്തെ കുറിച്ച്, അതിനോട് നമുക്കുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യം യോഹന്നാൻ 8:31. നിങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, abide in the word of God. അപ്പൊ ദൈവവചനമാകുന്ന വെള്ളം നമ്മുടെ തൊണ്ടയിൽ വറ്റാതെ നിൽക്കണം, വെള്ളം വറ്റിപ്പോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. അതതിന്റെ അർത്ഥം. വല്ലപ്പോഴും വചനത്തിലേക്ക് വരിക എന്നുള്ളതല്ല. തരം കിട്ടുമ്പോൾ വചനം വിട്ടു മാറിപ്പോവുക എന്നുള്ളതല്ല. Abide in the word of God. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തൊരു അനുഭവം നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം അങ്ങനെയുള്ളതാണോ? വചനത്തോട് കൂറു പുലർത്തുന്ന ജീവിതമാണോ നമുക്കുള്ളത്? വചനം വിട്ട് എനിക്കൊരു ജീവിതമില്ല, വചനം വിട്ട് എനിക്കൊരു തീരുമാനമില്ല, വചനം വിട്ട് എനിക്കൊരു പ്ലാൻ ഇല്ല. നമ്മുടെ ചങ്കിൽ ആ വാക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വിശുദ്ധരാണ്, വേർപെട്ടവരാണ് എന്നുള്ളതാണ്.
വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. വല്ലപ്പോഴും നമ്മൾ ഒഴുകിപ്പോകരുത്. എബ്രായർ 2 പറയുന്നത് പോലെ വചനത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായി തീരരുത്. Abide in the word of God. അതിന് മറ്റൊരാശയം ഞാൻ പറയുന്നു. Abide in the doctrine. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥമാണ്. Abide in the doctrine. ഉപദേശത്തിൽ നിലനിൽക്കണം. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരാശയം ഉപദേശത്തിൽ നാം നിൽക്കണം എന്നുള്ളതാണ്. ഉപദേശം വിട്ടൊരു പോക്ക് അനുവദനീയമല്ല. ഉപദേശം വിട്ടൊരു ജീവിതം പാടുള്ളതല്ല. ഉപദേശം വിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമല്ല. ഉപദേശപ്രകാരം നാം പോകണം. കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് സഹായിക്കുമാറാകട്ടെ. നാം പിടിച്ചിരിക്കുന്ന സത്യ ഉപദേശം നമുക്കൊരു കാര്യം നന്നായിട്ടറിയാം. ഈ വചനത്തിലെ ഉപദേശ സത്യങ്ങൾ എന്താണോ അതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. ആ ഉപദേശം സത്യ ഉപദേശമാണ്. ആ ഉപദേശത്തെ നമ്മൾ നിലനിൽക്കണം. നാം മനസ്സിലാക്കി സത്യ ഉപദേശത്തോട് അതിലൂടെ കിടപിടിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. നിശ്ചയമായ കാര്യമാണത്. ആ ഉപദേശം വിട്ട് ഒരു ജീവിതം നമുക്ക് പാടില്ല. ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. ഉപദേശത്തിൽ യാതൊരു അയവും വരുത്താൻ പാടില്ല. ഒരു വിട്ടുവീഴ്ചയും വരുത്താനായിട്ട് പാടുള്ളതല്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം നമ്മൾ അനുവദിച്ചാൽ അത് എല്ലാവർക്കും അത് ബാധകമാണ്. ഇപ്പൊ സഭയിൽ തന്നെ ഒരു ചെറിയൊരു അയവ് ഒരാൾക്ക് വരുത്തുക. ഇവൻ എന്റെ കുടുംബക്കാരനാ, ഇവൻ എന്റെ ബന്ധുവാ, അളിയനാ, സ്വന്തമാ എന്ന് വിചാരിച്ച് ഒരു ചെറിയ അയവ് നമ്മുടെ സഭയിൽ വരുത്തിയാൽ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി അയവ് വരുത്തുന്നത്. പക്ഷെ ആ അയവ് മുഴുവൻ സഭയെയും ബാധിക്കും. ആളുകൾ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കുക, എന്നുണ്ട് ഒരു പൊഴുത്. അയവ് വരുത്താൻ പാടില്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞൊരു കഥയാ. ഒരിക്കൽ ഒരു പള്ളിയിൽ ഒരു വൈദികന് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗമാണ്. അപ്പൊ ബിഷപ്പും അവിടെ സന്നിഹിതനായിരുന്നു. കാരണം ആ പ്രസംഗം ശ്രദ്ധിക്കണം. ബിഷപ്പ് ഇരിക്കുന്നതുകൊണ്ട് അച്ഛന് പ്രസംഗിക്കാൻ ഭയങ്കര പാടാ. അച്ഛൻ ചെന്ന് ബിഷപ്പിനോട് പറഞ്ഞു, എന്റെ പൊന്നു ബിഷപ്പേ, ഒന്നിൽ ബിഷപ്പ് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ എന്നെ ഇന്ന് പ്രസംഗിക്കുന്നതിന് മാറ്റണം. ബിഷപ്പ് പറഞ്ഞു, ഇത് രണ്ടും നടക്കയില്ല, ഞാനിന്ന് ഇവിടെ ഇരിക്കുകയും ചെയ്യും, നീ പ്രസംഗിക്കുകയും ചെയ്യും. പിന്നെ ഈ അച്ഛന്റെ പ്രയാസം കാണുമ്പോൾ നമുക്കറിയാം, വചന സുഡൂട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവർക്കേ അറിയുള്ളൂ. എന്തോ ഒരു പ്രയാസമാണ്. ഒരു മെസ്സേജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്തൊരു പാടാ. അത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു പാടാ. സായിപ്പന്മാരതിന് പറയുന്നത് ഡെലിവർ ദ മെസ്സേജ് എന്നല്ലേ. ഡെലിവർ ദ മെസ്സേജ് അത്ര പ്രയാസമാണ്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ അകത്ത് പോയി ഒരു ഗ്ലാസ് വീഞ്ഞു കുടിച്ചിട്ട് പിന്നെ പ്രസംഗിച്ചോ, നല്ല ധൈര്യം കിട്ടും എന്ന് പറഞ്ഞു. അച്ഛന് സന്തോഷമായി. അച്ഛൻ അകത്തോട്ട് കയറി ഒരു കുപ്പി വീഞ്ഞങ്ങ് കുടിച്ചു. വീഞ്ഞു കുടിച്ചിട്ട് വളരെ വാചാലമായി പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗമെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞു, പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു. എന്താ അച്ഛാ തെറ്റിയത്? നമ്മുടെ കർത്താവ് 5000 അപ്പവും 2000 മീനും കൊണ്ട് 5 പേരെയല്ല പോഷിപ്പിച്ചത്, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയാണ് പോഷിപ്പിച്ചത്. കൽപ്പലകകൾ കൊടുത്തത് അഹരോനല്ലായിരുന്നു, മോശയ്ക്കായിരുന്നു. അങ്ങനെ മത്സ്യം വിഴുങ്ങിയത് ദാനിയേലിനെ അല്ലായിരുന്നു, യോനയായിരുന്നു. അങ്ങനെ നീ ഒരുപാട് തെറ്റുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഒരു ഗ്ലാസ് കുടിക്കാനാ പറഞ്ഞതല്ലേ, പക്ഷെ ഒരു കുപ്പി കുടിച്ചു. ഒരു ചെറിയ അയവ് വരുത്തിയാൽ അത് മുഴുവൻ സഭയെയും ബാധിക്കും. നമ്മുടെ വീട്ടിലാകട്ടെ സഭയിലാകട്ടെ ഉപദേശ വിഷയങ്ങളിൽ അയവ് വരുത്താൻ പാടില്ല. ഉപദേശ വിഷയത്തിൽ അയവ് വരുത്താൽ കാര്യം ഭംഗിയായിട്ടങ്ങ് നടക്കും. ഇരു ചെവി അറിയാതെ കാര്യം നടക്കും. വളരെ എളുപ്പം കാര്യങ്ങളുടെ ഉന്നതമായ പടവുകളിലേക്ക് കയറി പോകാനായിട്ട് പറ്റും. പക്ഷെ ഉപദേശത്തെ നെഞ്ചോട് ചേർത്തടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ, ഉപദേശം വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് വെക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെള്ളം വറ്റിപ്പോകാതെ വണ്ണം തൊണ്ട സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ഒരു വീണ്ടും ജനനം. അതുമാത്രമല്ല, വചനമാകുന്ന വെള്ളത്താൽ ഒരു വിശുദ്ധ ജീവിതം. വചനത്തിൽ തന്നെ വറ്റിപ്പോകാതെ നിൽക്കുന്ന ഒരു അനുഭവം. അതുമാത്രമല്ല, ഉപദേശത്തിൽ ആ ഉപദേശമാകുന്ന വെള്ളം ഉള്ള അനുഭവം. വെള്ളത്താൽ നമ്മുടെ തൊണ്ട എത്രമാത്രം നനയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത്, വെള്ളം വറ്റിപ്പോകാതെ വണ്ണം നിന്റെ തൊണ്ട സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരാശയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെള്ളം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
വെള്ളം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ജീവജലത്തിന്റെ നദി എന്നാണെന്ന് അടുത്തായിട്ട് പറയുന്നുണ്ട്. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്. ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ വെള്ളം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയണം. പരിശുദ്ധാത്മാവിനാൽ തൊണ്ട നനയുക എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ആശയം തന്നെയാണ് എടുക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെയും അടുക്കൽ വന്ന് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് ഒരു പാപിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്. ഇപ്പൊ എത്ര ശക്തമായ പ്രസംഗമാണെങ്കിലും ആ പ്രസംഗത്തിലൂടെ ആർക്കെങ്കിലും പാപിയെ രക്ഷിക്കാൻ പറ്റുമോ? പൗലോസ് പറയുന്ന പ്രസംഗത്തിന്റെ പോഷത്വത്താൽ. അപ്പൊ ഒരു ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ വാക്കുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യം ഒരാൾ അംഗീകരിക്കുക, അതാണ് നമ്മുടെ തൊണ്ട നനയുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഈ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരാളെ പാപിയാണ് എന്ന് അവനെ കൂടി സമ്മതിപ്പിക്കുക. നമുക്കറിയാം എത്രയോ ആളുകൾ സുവിശേഷം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തത്? യേശുക്രിസ്തു എന്റെ പേർക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാത്ത എത്ര പേരുണ്ട്? ഒത്തിരി പേര് വിശ്വസിക്കും അല്ലേ? കർത്താവ് വീണ്ടും വരും, അത് വിശ്വസിക്കും. യേശുക്രിസ്തു കർത്താവാണ്, അത് വിശ്വസിക്കും. പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമുള്ളത് എന്താണെന്ന് അറിയാമോ? ഞാൻ പാപിയാണ് എന്നുള്ളതാണ്. കൂട്ടത്തിലൊക്കെ പാടും, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നൊക്കെ. പക്ഷെ വ്യക്തിപരമായി ഇടപെടുന്ന ദൈവദാസന്മാരെ ഞങ്ങൾക്കറിയാം, അവർ സമ്മതിക്കുകയില്ല അവർ പാപിയാണെന്ന്. ഒത്തിരി ന്യായങ്ങൾ. എന്താ? ഞങ്ങൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. അനേക കർമ്മ പദ്ധതികൾ അവർ മറ്റുള്ളവരോട് അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ പാപികളാണോ? ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആളുകൾ രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പാപിയാണ് എന്ന് സമ്മതിക്കാനുള്ള പ്രയാസമാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നു. ഇതുവരെയും നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നും പാപത്തിൽ കഴിയുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ്. പാപിയാണെന്ന് ഒരാൾക്ക് ബോധ്യം വരണം. ആ ബോധ്യം പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. മാത്രമല്ല നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്താ ഈ നീതിയെക്കുറിച്ച് ബോധം വരുത്തുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഈ ലോകത്തിൽ അനേക നീതി ന്യായ വ്യവസ്ഥിതികളൊക്കെ ഉണ്ട്. അതൊക്കെ പലപ്പോഴും പണത്തിന്റെയും കോഴയുടെയും ബന്ധുബലത്തിന്റെയും മുമ്പിൽ അടിയൊലിയാറുണ്ട്. പക്ഷെ പരമോന്നതനായ ദൈവം, ആ ദൈവത്തിന്റെ നീതിക്ക് ഒരിക്കലും കോട്ടം വരികയില്ല. എന്താണ് ദൈവത്തിന്റെ നീതി? ഒരു പാപി മരിക്കണം, അത് ദൈവത്തിന്റെ നീതിയാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. ദൈവത്തിന്റെ നീതിയാണത്. അങ്ങനെയെങ്കിൽ മരിക്കേണ്ടതാരാ? നാം ഓരോരുത്തരുമാണ്. ദൈവത്തിന്റെ കഠോരമായ ന്യായവിധിയുടെ വാൾ നമ്മുടെ കഴുത്തിന് നേരെയായിരുന്നു ഓങ്ങേണ്ടിയിരുന്നത്. നാം ആയിരുന്നു കുറ്റക്കാർ, നാം ആയിരുന്നു മത്സരികൾ, നാം ആയിരുന്നു ദൈവത്തോട് വിരോധികളായിരുന്നവർ. പക്ഷെ നമുക്ക് പകരമായി നമ്മെ അധികമായി സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നു. പത്രോസ് പ്രസംഗിക്കുന്നു, ദൈവം നിങ്ങൾക്ക് കാണിച്ചെന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം ഒരു പുരുഷനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അവന്റെ പേർ നസ്രയനായ യേശു എന്നാണ്. എന്തിനു വേണ്ടി കാണിച്ചു കൊടുത്തു? നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊല്ലുവാൻ, പാപികളായ മനുഷ്യവർഗത്തിന് അവനെ എന്തെല്ലാം ചെയ്തു തീർക്കാമോ
അത് മുഴുവനും ചെയ്തു തീർക്കുവാൻ പാപികളായ മനുഷ്യവർഗത്തിന്റെ കരങ്ങളിലേക്ക് പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു വോളിബോൾ കോർട്ടിന്റെ കരയിൽ നിൽക്കുന്ന റഫറി ബോളെടുത്ത് കളിക്കാരുടെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന പോലെ പിതാവായ ദൈവം തന്റെ പുത്രനെ അധർമ്മികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ നീതി അവിടെ നിറവേറപ്പെടുകയായിരുന്നു. ആ കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ബോധ്യം വരുത്തി തരുന്നത്. 3, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു. എന്താണ് ന്യായവിധി എന്ന് പറയുന്നത്? സുവിശേഷത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണ് കവലയിൽ നിന്ന്. അവർ ഒരുപക്ഷെ വോട്ട് കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി തോറ്റാൽ നാടിന്റെ നന്മ അല്പം കുറയുമായിരിക്കും, അതിൽ കൂടുതൽ തന്നെ വരാൻ. പക്ഷെ സുവിശേഷ പ്രസംഗത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രസംഗം ഒരുവൻ കേട്ടിട്ടും അതിനെ അംഗീകരിക്കാതെ പുറംകാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഈ പ്രസംഗത്തിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാക്കുകൾക്കും അവൻ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കണക്ക് കൊടുക്കേണ്ടി വരും. ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട് എന്നാണ് തിരുവെടുത്ത് ഓർപ്പിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സുവിശേഷം അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം 1:10 സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ആ നാശം ഒരിക്കലും അവസാനിക്കുന്നതല്ല. നരകമെന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായ സ്ഥിതിയാണ്. നരകമെന്ന് പറയുന്നത് ഏത് മനുഷ്യരെയും അമ്പരപ്പിക്കുന്ന സ്ഥലമാണ്. ധനവാനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ തീച്ചുവാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. നരകമെന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്ഥലത്തേക്ക് ഒരാൾക്ക് പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം നമ്മുടെ തൊണ്ടയെ നനയ്ക്കണം. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചുകൊണ്ട് യേശുവിന്റെ കർത്തൃത്വം നമ്മൾ തൊണ്ട കൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയണം. യേശു നമ്മുടെ കർത്താവായിട്ട് തീരണം. നമ്മുടെ തൊണ്ടയിൽ ദൈവാത്മാവിന് നനവുണ്ടാകണം. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം നമ്മുടെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ ദിവസമുണ്ടോ? യേശുവിനെ ഏറ്റെടുത്ത, ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത മനോഹരമായൊരു സുദിനം നമുക്കുണ്ടോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനമാകുന്ന വചനത്താൽ നമ്മുടെ തൊണ്ട നനയണം. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയണം. പരിശുദ്ധാത്മാവിനാൽ ആ വെള്ളത്താൽ തൊണ്ട നനയണമെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരുന്നു. വിശദീകരണങ്ങളില്ലാതെ അവസാനിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടാകണം. എങ്ങനെയാ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുന്നത്? എഫേസ്യ ലേഖനം 4:30 എഫേസ്യ ലേഖനം 4:30 പരിശുദ്ധാത്മാവിന് നിറവ് ഒരാൾക്കുണ്ടാകണമെങ്കിൽ ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട 3 വാക്യങ്ങൾ. 1 എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകും. ചില ആളുകളൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല, പിന്നെന്താ ഒരു ശക്തിയാണെന്ന്. അങ്ങനെയാണോ? പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു പേഴ്സണാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അതിന്റെ ഗുണങ്ങളാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അഗ്നികുണ്ഡം അങ്ങനെ കത്തിയെരിയുമ്പോൾ ഒരു നനഞ്ഞ കാർപ്പറ്റ് അതിന് മുകളിലേക്ക് ഇട്ട് അത് കെടുത്തിക്കളയരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കത്തിയെരിയാൻ ആഗ്രഹിക്കുകയാണ്. നാം അതിനെ കെടുത്തിക്കളയരുത്. ആത്മാവിനെ കെടുത്തിക്കളയരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 7 ആത്മാവിന്റെ പ്രകാശനം എന്ന് കാണുന്നുണ്ട്. എന്താണ് ആ പ്രകാശനം എന്ന് പറയുന്നത്? പരിശുദ്ധാത്മ വരങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്കൊക്കെ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ആ പ്രകാശനം, ആ കൃപാവരങ്ങൾ എന്നുള്ള പ്രകാശനം നാം പ്രകാശിപ്പിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലൂടെ പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിട്ടിയിട്ടുള്ള കൃപാവരങ്ങൾ നാം വിനിയോഗം ചെയ്യുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിക്കും.
ചില ആളുകൾ പറയാറുണ്ട്, എന്റെ സഹോദര, എനിക്ക് ഒരു കൃപാവരം പോലും കിട്ടിയിട്ടില്ല. അത് തടി തപ്പാൻ വേണ്ടി പറയുന്നതാ. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നമുക്കൊക്കെ ഒട്ടനവധി കൃപാവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ കെടുത്തിക്കളയരുത്. മറ്റൊരു വാക്യം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണമെങ്കിൽ മൂന്നാമത്തെ വ്യവസ്ഥ ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് തന്നെ സകല സത്യത്തിനും നമ്മെ വഴി നടത്താനായിട്ടാണ്. ആ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നടക്കണം. മകനെ വഴി ഇതാകുന്നെന്ന് പറയുമ്പോൾ അതനുസരിക്കണം. നീ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതനുസരിക്കണം. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതനുസരിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാതെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിറവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, വീണ്ടും ജനിച്ച ദൈവപൈതലെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ എത്രമാത്രമുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവ്, അതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയട്ടെ. നിറഞ്ഞു കവിയുന്ന അനുഭവം, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എന്ന അനുഭവം നമുക്കുണ്ടാകുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആത്മനിറവിന്റെ ജീവിതം നമുക്ക് നയിക്കാം. വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥ അതുണ്ടാകാൻ പാടുള്ളതല്ല. പുതിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ. പുതിയ ജീവിത ബന്ധാവുകൾ നമുക്കുണ്ടാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിന്റെ കാലും, വെള്ളം വറ്റിപ്പോകാതെ വണ്ണം തൊണ്ടയും സൂക്ഷിച്ചു കൊള്ളുക. പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് പ്രസംഗിച്ചപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു നോക്കുക. 25-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിച്ചു, നീയോ അത് വെറുതെ, നീയോ അത് വെറുതെ. കേട്ടാളെന്ന് പറഞ്ഞു, അത് വെറുതെ. അല്ലയോ പ്രവാചക, നീ പ്രസംഗിക്കുന്നത് വെറുതെയാണ്. ഇതിന്റെ അകത്ത് കാര്യമില്ല, അർത്ഥമില്ല. ഇത് വെറുതെ നീ പ്രസംഗിക്കുകയാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മുഴങ്ങുന്ന ദൈവികമായ സന്ദേശം ഇത് വെറുതെ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇതിനർത്ഥമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ജനത്തിനുണ്ടായ ആ ഭവിഷ്യത്ത് നമുക്കറിയാം. ഇവിടെ വായിക്കുന്നത്, കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിക്കുന്നത് പോലെ അങ്ങനെ ആളുകൾ ലജ്ജിച്ചു പോകും എന്നാ പറയുന്നത്. രാത്രിയിൽ ഒരാള് വീട്ടിൽ കിടന്ന സാധനമെല്ലാം ചാക്കിനകത്ത് പാക്ക് ചെയ്തു. ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വീട്ടുകാരനോടൊന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഒരു കള്ളൻ കടന്നു പിടിച്ചു. മുഖം നോക്കിയപ്പോൾ ആ തൊട്ടട് അയൽവക്കത്തുള്ള പയ്യന. എന്തൊരു ലജ്ജയായിരിക്കും ആ കള്ളനല്ലേ? ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, വരുവാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ ഇത് വെറുതെ എന്ന് പറഞ്ഞ ആളുകൾ, ഇത് സത്യമല്ല എന്ന് പറഞ്ഞ ആളുകൾ, ഇതിൽ കഴമ്പില്ല എന്ന് വിധി എഴുതിയ ആളുകൾ, അവരെ കുറിച്ച് പ്രവാചകനായ യിരെമ്യാവ് ഉറക്കെ പറയുന്നു, കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവർ ലജ്ജിക്കുന്നത് പോലെ ഇങ്ങനെയുള്ളവരെ ലജ്ജിക്കും. അതിനിടയായി തീരരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ക്രൂശിലേക്ക് അടുത്ത് വരിക. നമ്മുടെ പാപക്കറകൾ യേശുനാഥൻ ഏറ്റെടുത്തു. ഈ കർത്താവ് നമ്മളെ രക്ഷിച്ച കർത്താവാണ്. ഈ സുവിശേഷമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. ഈ സുവിശേഷമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ഈ സുവിശേഷം നമ്മെ രക്ഷിക്കുന്ന സന്ദേശമാണ്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുവാനായി കാൽവറിയിലെ ക്രൂശിൽ ഒടുവിലത്തെ തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി തീർന്നു. അവിടുന്ന് വേദനകൾ അനുഭവിച്ചപ്പോൾ, അവിടുന്ന് അടികളേറ്റപ്പോൾ, മുൾക്കിരീടം അണിഞ്ഞപ്പോൾ, തുപ്പൽ തന്റെ മുഖത്തേറ്റു വാങ്ങിയപ്പോൾ, നിന്നുകൊണ്ട് അവിടുത്തെ ഹൃദയം തകർന്നപ്പോൾ, ബഹുമാന്യ സ്നേഹിതരെ, നമ്മെല്ലാവരെയും അവൻ ഓർത്തിരുന്നു. നമ്മുടെ മുഖം അവൻ കണ്ടിരുന്നു. നമ്മുടെ പേര് അവൻ ഓർത്തിരുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് ഒരു യാഗമായി തീർന്നു. കർത്താവിന്റെ ക്രൂശ് മരണം കണ്ട ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവർ മാറത്തടിച്ചു നിലവിളിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. പുരുഷന്മാർ കരയുക എന്നത് സ്വാഭാവികമാണ്. സ്ത്രീകൾ കരയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ലാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. പക്ഷെ കർത്താവിന്റെ ക്രൂശ് മരണം കണ്ട പുരുഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. മാനവജാതിയുടെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് പീലാത്തോസിന്റെ ഗബ്ബഥയിൽ നിന്ന് യെരുശലേമിന്റെ വീഥിയിലൂടെ വീടുമെഴുന്നേറ്റും
ആ മരക്കുരിശ് തോളിലെടുത്തുകൊണ്ട് കാൽവരി മലമുകളിലേക്ക് കതറി കതറി കരഞ്ഞുകൊണ്ടുപോയ ആ നിസ്തുല്യ പുരുഷൻ. പീലാത്തോസ് ചോദിക്കുന്നു, ഇവൻ ചെയ്ത ദോഷമുണ്ട്. ഒരു ദോഷവും അവനെ ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും കഴിയാതെ ഇരുന്നിട്ടും ഒരു കൊടുംപാപിയെ പോലെ കാൽവരിയിലെ ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി അവിടുന്ന് പാപം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തെ അവഗണിച്ചു കളയരുത്. ഈ കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു കളയരുത്. നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കരുത്. ഓ സർവോപരി ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. ഈ രാത്രിയിൽ ഈ സന്ദേശത്തെ വേണ്ട എന്ന് വിചാരിച്ച് ഇതിനെ അഗണ്യമായി തള്ളിക്കളയരുത്. ഇന്ന് രാത്രി താങ്കളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയായി തീരട്ടെ. താങ്കളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്ന മനോഹര രാത്രിയായി തീരട്ടെ. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? പാപമോചനം പ്രാപിപ്പാൻ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടി അടുത്ത് വന്ന് രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു? നമ്മുടെ കണ്ണുകളിൽ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. ഈ രാത്രി കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണമേ. ഇന്ന് രാത്രി നാം അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നിരിക്കുകയാണ്. വചനം എന്ന വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനഞ്ഞിരിക്കുകയാണ്. ഈ രാത്രിയിൽ കടന്നു വന്ന ബഹുമാനപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വചനത്തോടുകൂടിയ വിശുദ്ധി, ആ വേർപെട്ട ജീവിതം, വചനത്തിൽ നിലനിൽക്കുന്ന ജീവിതം, ഉപദേശത്തിൽ നിലനിൽക്കുന്ന ജീവിതം, ഈ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനഞ്ഞിരിക്കുന്നുണ്ടോ? പേര് മാത്രമേ ഉള്ളൂ, ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നവരാണ്. പൊയ്മുഖങ്ങളുണ്ടെങ്കിൽ നമുക്കത് വലിച്ചെറിയാം. ഇന്ന് പകലിൽ നാം ഇവിടെ ഓർത്തതുപോലെ ഭക്തിയുടെ വേഷം അത് കെട്ടാൻ ഇടയാകാതെ യഥാർത്ഥ ഭക്തന്മാരായി നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആത്മാവിനെ കെടുത്തിക്കളയുന്ന, അനുസരിച്ച് നടക്കാത്ത ഏതെങ്കിലും അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ട വറ്റി വരണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിന് മുമ്പാകെ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. എൻ്റെ കർത്താവേ, ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ സാധ്യമായി തീരണമേ. നമുക്ക് പറയാം, നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചെരുപ്പ് നമുക്കിടാം, നാടെങ്ങും നമുക്ക് അറിയിക്കാം. പകലുള്ളിടത്തോളം അവൻ്റെ വേല ചെയ്യാം. ആകാശത്തിൽ പെരുഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. കുക്കും മീവൽ പക്ഷിയും കുറുപ്രാവും അവയുടെ മടങ്ങി വരവിൻ്റെ കാലം അറിയുന്നു. എൻ്റെ ജനമും അറിയുന്നില്ല. തലകൾ ഉയർത്തി ഭൗതികമായ നന്മ മാത്രം നോക്കാതെ നമ്മുടെ തലകളെ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിലേക്ക് തിരിക്കാം. ആത്മാക്കൾക്ക് വേണ്ടി കരയാം, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കാം. സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ത്യാഗം അനുഭവിക്കാം, ചെലവ് ചെയ്യാം. സുവിശേഷത്തിന്റെ സന്ദേശം നമുക്ക് ദേശമെങ്ങും മുഴക്കാം. ഇതല്ലാതെ മറ്റൊരു സത്യമില്ലല്ലോ. യേശുക്രിസ്തു എന്ന ഏക രക്ഷിതാവല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ലല്ലോ. സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെടുക എന്ന കാര്യമല്ലാതെ രക്ഷയ്ക്കായിട്ട് മറ്റ് ഒരു വഴിയുമില്ലല്ലോ. ഈ സന്ദേശം നമുക്ക് വ്യക്തമായിട്ട് പറയാം. നമ്മുടെ കാലിൽ നമുക്ക് ചെരുപ്പ് നിരന്തരം ഇടാം. ഈ വചനത്താ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്നു. ഈ വചനത്താൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തൻ്റെ ദാസനിലൂടെ ദൈവം ഇന്ന് സംസാരിപ്പാൻ വേണ്ടി പ്രസാദമായി എന്ന വസ്തുത നമുക്ക് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ PG ജെയിംസിനോടുണ്ടായിരിക്കുന്ന പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നാം കേട്ട